മുടി വെട്ടാൻ പോയാലോ? നമ്മൾ ഭയങ്കര ലേറ്റ് ആണ്. ബാക്കി വിശേഷം നമുക്ക് കാറിലിരുന്ന് പറയാം. മുടി വെട്ടാൻ പോയാലോ നമുക്ക്? കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ടുള്ളൊരു ചിന്തയാണ് മുടി വെട്ടാൻ പോയാലോ എന്നുള്ളത്. പല അവിടെ തിരിച്ചും മറിച്ചും കുണിച്ചും ഒക്കെ ആലോചിച്ചു. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊരു അപ്പോയിന്റ്മെന്റ് എടുത്തിടാം, എന്നിട്ട് പോവാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് പോവാന്ന്. ഇന്നലെ വരെ എൻ്റെ തീരുമാനം പോകണ്ടെന്നായിരുന്നു. പക്ഷെ എന്തോ ഇന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോൾ മുടി വെട്ടാൻ പോകാൻ ഒരാഗ്രഹം. അപ്പൊ നമുക്ക് മുടി വെട്ടി തിരിച്ചു വരാം. നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ വേസ്റ്റ് എടുക്കുന്ന വണ്ടി വന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പോയിട്ടാണ് നമുക്കിനി പോകാൻ പറ്റുള്ളൂ. കുറച്ച് സമയമുണ്ട്, ഞാൻ കഥയൊന്ന് ചെറുതാക്കി പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം ഒരാളെ എനിക്ക് തരുന്നത് അവരുടെ സമയമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ക്ലാസ് മുന്നേ എനിക്ക് എൻ്റെ മേക്കപ്പ് ക്ലാസ്സിന് ഒരു മോഡലിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ അന്വേഷിച്ചു, എല്ലാവരും ബിസി ആയിരുന്നു. സമ്മറൊക്കെ ആയിട്ട് അവർക്ക് ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യാന്നുള്ളത് ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിസ്മയ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അപ്പോൾ ഞാൻ വിസ്മയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു, എടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, എൻ്റെ ഒപ്പം ഈ ഒരു ക്ലാസ്സിനൊന്ന് വരുമോ എന്നുള്ളത്. ഒരു സെക്കൻഡ് തോട്ടില്ലാതെ അവൾ യെസ് പറഞ്ഞു. അതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അവൾക്ക് ഹെയർ കട്ട് ഉണ്ടായിരുന്നു. ആ ഹെയർ കട്ട് മാറ്റി വെച്ചിട്ടാണ് അവൾ എൻ്റെ ഒപ്പം ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. അന്നേ ഞാൻ വിചാരിച്ചിരുന്നു വിസ്മയ ഹെയർ കട്ടിന് പോകുമ്പോൾ വിസ്മയുടെ ഒപ്പം ചുമ്മാ ചില്ലി ആണെങ്കിലും ഒപ്പം ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ വിസ്മയ ഹെയർ കട്ട് എടുത്ത സ്ഥലത്ത് ഇപ്പം അപ്പോയിൻമെൻറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇല്ലാന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മുടി വെട്ടുന്ന ഒരു സ്ഥലമുണ്ട്, കിഡ്ലൻ സ്ഥലമാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. മുന്നേയൊക്കെ നമ്മൾ മുടി വെട്ടിയ സ്ഥലമാണ്. വിസ്മയ്ക്ക് മുടി ഷോർട്ട് ആക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, എൻ്റെ ഒപ്പം വരൂ, ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത് നമുക്ക് ഇവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വിസ്മയും ഞാനും കൂടെ ഇന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തു. ഞാനും ഒരു വലിയൊരു ചിന്തയില്ലാതെ ഞാനും മുടി വെട്ടാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ഷോർട്ട് ആക്കും എന്താണെന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. മുടി വെട്ടാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, എനിക്ക് ലോങ് ഹെയർ വലിയൊരു ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് ലോങ് ഹെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ലോങ് ഹെയർ ആയി വരുന്നോറും എനിക്ക് അത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര ഒരു സുഖം തോന്നുന്നില്ല. നല്ല ഹെയർ ഫോളും വരുന്നുണ്ട്. അപ്പോൾ ബെറ്റർ തിങ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സമയം കളയുന്നില്ല, നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ടി പോയി. ഞാൻ ഓടിച്ചവിടെത്തുമ്പോൾ ഞാൻ നേരാവും. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രസനം. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാൻ അത്ര ഭയങ്കര ഷുവറൊന്നും ആയിരുന്നില്ല കേട്ടോ എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. മുന്നേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഹെയർ കട്ടിന് ഒരു ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ കയ്യിൽ ഫുൾ പ്ലാൻ ഉണ്ടായിരിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, കട്ട് ചെയ്യണോ വേണ്ടേ, അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി എനിക്ക് കുറച്ച് ബാഡ് സ്ലീപ്പായിരുന്നു. ഉറക്കമൊന്നും അത്ര അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ രാവിലെ നീറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് ടയർഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും ഒരു ഹെയർ കട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമാണല്ലോ. അതാണ് എന്തായാലും ഒരു അപ്പോയിൻമെന്റ് ഉണ്ടല്ലോ, പോവാന്നുള്ള തീരുമാനം എടുത്ത്. അപ്പൊ ഇത്ര നേരമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്, വിസ്മയ. നമ്മൾ 2 അപ്പോയിൻമെന്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒന്ന് 2 മണിക്കും ഒന്ന് 2:50. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ കറക്റ്റ് 2 മണിയായി. ഞാൻ വിസ്മയനെ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തു, ട്രാം സ്റ്റേഷനിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി. വിസ്മയയുടെ അപ്പോയിൻമെന്റിന് വേണ്ടി അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ കയറി ചെല്ലട്ടെ. നമ്മളിവിടെ സലോണിൽ എത്തിയിട്ടോ. വിസ്മയൻ ഇവിടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പിടിച്ചിരുത്തിയിട്ട് വിസ്മയനെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ വിസ്മയ അതിന് പറ്റിയ മൂഡിലല്ലാന്ന് പറഞ്ഞാൽ വിസ്മയ്ക്ക് ഏത് ഹെയർ കട്ട് വേണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നോക്കി വിസ്മയ ഒന്ന് ലുക്ക് ആയതിനു ശേഷം ഞാൻ വിസ്മയെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തല്ലേ. നമ്മളെല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും അധികം അവർ കോഫി വേണോ ടീ വേണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ആദ്യമൊക്കെ ഞാൻ നോ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പം ഞാൻ എന്തായാലും ഒന്നാവാം എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ക്യാപ്പച്ചീനോ വാങ്ങിച്ച് ഞാൻ ക്യാപ്പച്ചീനോ ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിസ്മയുടെ ഹെയർ കട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 രീതിയിലാണ് ഈ ഒരു സലോൺ ആദ്യമായിട്ട് കണ്ടത്. ഒന്ന്, മുന്നേ ഞാൻ താമസിച്ചിരുന്നത് ആംസ്റ്റർഡാമിലായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഹെയർ സലോൺ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സലോണായിരുന്നു. കാരണം അവിടുന്ന് 8 മിനിറ്റോ എന്താണുള്ളൂ ഈ ഒരു സലോൺ. പിന്നെ 2, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഷ്രാഡ്സ് അല്ലേ. അപ്പോൾ ഷ്രാഡ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ അവരിവിടെ ഹെയർ കട്ട് ചെയ്യാൻ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ഉം കൂടി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇവിടെ നിന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ആദ്യം ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഹെയർ കളറും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്ത എൻ്റെ മുടിയുടെ ഒരു ചെറിയൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെയാണ്. ഇപ്പം എൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പം ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് അറിയുന്ന കുറേ ആൾക്കാരെ ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്തിട്ട് കുറേ പേര് വരാറുണ്ട്. പിന്നെ ഇത് ഡച്ച് അല്ല കേട്ടോ, പുള്ളി ഇവിടുന്ന് പോർച്ചുഗൽ നിന്നാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഡച്ച് എല്ലാവരും ഇവിടെ സംസാരിക്കാറ് പൊതുവെ. ആൻഡ് പുള്ളിയുടെ ക്ലയൻസും പൊതുവെ എല്ലാവരും ഡച്ച് ആൾക്കാരല്ല, മിക്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരാണ് വരുന്നത്.
വിസ്മയുടെ ഹെയർ കട്ട് അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ലൈഫ് ഭയങ്കര നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഹെയർ കട്ട്. കാരണം എപ്പോഴും ഹെയർ കട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ന്യൂ ഫീൽ വരും. ആ ഒരു ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഹെയർ കട്ട് ചെയ്യാറ്. ഇവിടെ എനിക്കിപ്പോൾ ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എൻ്റെ സ്കാൾപ്പ് ബേസിക്കലി ഭയങ്കര ഓയിലിയാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ പ്രൊഡക്ട്സ് ഹെയറിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിസ്മയുടെ മുടിയെല്ലാം നോക്കി പുള്ളി എങ്ങനത്തെ ഹെയർ കട്ടാണ് വിസ്മയ്ക്ക് ചൂസ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്, വിസ്മയ്ക്കും ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ഫ്രണ്ട് പോർഷനിൽ മാത്രം എടുത്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി സജഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. വിസ്മയുടെ ഹെയറും എൻ്റെ ഹെയറും ഡിഫറെൻ്റ് ആയതുകൊണ്ട് 2 രീതിയിലുള്ള ചെറിയ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് 2 പേർക്കും പറഞ്ഞത് കേട്ടോ. വിസ്മയ്ക്ക് കുറച്ച് ഹെയർ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളി വിസ്മയ്ക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ വിസ്മയുടെ ഹെയർ കട്ട് കഴിഞ്ഞ് ഫൈനൽ സെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി ഇങ്ങനെ ഒരു ഹെയർ കട്ട് എനിക്ക് സജസ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങനെ കട്ട് ചെയ്യേണ്ട, കാരണം എൻ്റെ മുടി കുറച്ച് കേളിയാണല്ലോ, ഞാൻ എപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തൽക്കാലം പുള്ളി ഒന്ന് സെറ്റ് ചെയ്ത് ബേസിക്കായി ഒരു കട്ടൊക്കെ ചെയ്തു തരാം. അതിനുശേഷം 1 വീക്കിന് ശേഷം ഞാൻ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഫ്രീ ആയിട്ട് എനിക്ക് അതുപോലെ ഹെയർ കട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് നമ്മളിപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാ തവണയും ഞാൻ നാട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലം കൂടുമ്പോഴാണ് നാട്ടിൽ വരിക. അപ്പോൾ മുന്നേ ചെയ്ത ബോട്ടോക്സിൻ്റെ എഫക്റ്റ് എല്ലാം തീർന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റിയിൽ ചേഞ്ച് വരുമ്പോൾ എൻ്റെ മുടി ഉണ്ടല്ലോ ബുംന്നിരിക്കും, മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ചെയ്യാറ് ബോട്ടോക്സ് ആണ്. ഇത്തവണ ഞാൻ എന്തായാലും ബോട്ടോക്സ് ചെയ്യുന്നില്ല, ഒന്ന് മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്ന് നാട്ടിലോട്ട് വരുന്നതിൻ്റെ മുന്നേ ഈ ഒരു പ്ലാസ്റ്റിക് ഫുൾ ട്രീറ്റ്മെൻറ്റ് വരെ എനിക്ക് ഓർമ്മയില്ല, ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചേട്ടോ. ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആരെങ്കിലും ഉണ്ടോ വീഡിയോ കാണുന്ന, അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെപ്പോഴും ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് നന്നായാലും മാത്രം പോരാ, അവിടുത്തെ സർവീസും കൂടെ അടിപൊളിയായിരിക്കണം. അപ്പോൾ ഇവിടെ പുള്ളി മാത്രമല്ല, പുള്ളിയുടെ ഒപ്പമുള്ള എല്ലാ എംപ്ലോയീസും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അവർ ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ടാണ് അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറയുന്നത് ആർക്കും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല കേട്ടോ, എല്ലാവരും പോർച്ചുഗീസിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ എഫേർട്ട് എടുത്ത് ചില വാക്കൊക്കെ തപ്പി പിടിച്ചാണ് നമ്മുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുക. എനിക്ക് അവരെടുക്കുന്ന എഫേർട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യും. പുള്ളി ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിലും എനിക്ക് വേണ്ടത്ര അങ്ങോട്ട് ഷോർട്ടായില്ല എന്നൊരു തോന്നൽ കേട്ടോ. എനിക്ക് ഭയങ്കര ഷോർട്ടാക്കണം എന്നുണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും ചെറിയൊരു ചേഞ്ച് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ചെറുതായിട്ട് അറ്റമൊക്കെ ഒന്ന് മുറിച്ച് ഒന്ന് ഷോൾഡർ വരെ ആക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഫൈനൽ ടച്ചിങ് ആണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പുള്ളിയുടെ പേഷ്യൻസ് ലെവൽ എപ്പോഴും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. കാരണം ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് പുള്ളി ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞ്. ആ കളർ എനിക്ക് ചേരുന്നില്ല എന്ന് പുള്ളി തന്നെ പറഞ്ഞ് പുള്ളി എനിക്ക് വീണ്ടും കളർ ചേഞ്ച് ചെയ്ത് തന്നു. അന്ന് ഞാൻ ഏകദേശം ഒരു 6 മണിക്കൂറോളാണ് ഈ പാർലറിൽ ഇരുന്നത്. പക്ഷെ എന്നാലും അവസാനം വന്ന ഹെയർ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 പേരും ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ കൊണ്ടിരുന്ന 4-ാമത്തെ 5-ാമത്തെ ആളാണ് കേട്ടോ വിസ്മയ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? നല്ലതായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. വിസ്മയ ഞാൻ പറയായിരുന്നു 2 മാസം മുന്നേ എന്നെ പുഷ്പങ്ങളൊക്കെ ഇട്ട് കാണാൻ വന്ന ആളായിരുന്നു. ആ ബഹുമാനം എന്നും ഇരുന്നോട്ടെ. പക്ഷെ ഇപ്പോൾ അത്ര ബഹുമാനമൊന്നും കാണുന്നില്ല. ഒരു ചെറിയ ചേഞ്ച് വേണമെന്നുണ്ടായിരുന്നത്, നമ്മൾ മുടി ഇങ്ങനെ കെട്ടുമ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ വീണ് കിടക്കണമെന്നുണ്ടായിരുന്നു. പേരിനൊരു ലേശ മുടി ഇവിടെ വേണമെന്നുണ്ടായിരുന്നു. സാധാരണ ഞാൻ എപ്പോഴും സ്ട്രെയിറ്റ് അല്ലേ കട്ട് ചെയ്യാറ്, അതുകൊണ്ട് ഈ ഒരു ചെറിയ ചേഞ്ച് പറഞ്ഞായിരുന്നു. ഇനി ഞാൻ പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻറ്റും ബോട്ടോക്സും അതിനുശേഷം കളറിങ്ങും ഒക്കെ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മാറ്റങ്ങൾ മുടിക്ക് വരുന്നതാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. അറിയില്ല, ഞാനൊന്ന് വെബ്സൈറ്റിൽ പോയി നോക്കി നോക്കട്ടെ എത്രയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് റേറ്റ് എന്നൊക്കെ. എന്നിട്ട് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് വിസ്മയ്ക്ക് ഇത്ര ഭാഗം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളീന് എങ്ങനെയുണ്ടോ ഓൾ ഓവർ നമുക്ക് സജഷൻസ് തന്നതിലൊക്കെ നല്ലായിരുന്നു. ആക്ച്വലി നമ്മൾ ഒരു റെഫറൻസ് കാണിച്ചു കൊടുത്താൽ അതേപോലെ തന്നെ അവർ ചെയ്തു തരും. പിന്നെ കുറച്ച് നമ്മുടെ ഫേസിനനുസരിച്ചിട്ടുള്ള ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ കാലങ്ങളായിട്ട് ഇപ്പം ഇവിടെ വരുന്നത്. അപ്പം അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. GP എന്നാണ് ഈ ഒരു സലോണിൻ്റെ പേര്. പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം ഞാൻ വേണമെങ്കിൽ താഴെ ലിങ്ക് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നുണ്ടായ പ്ലാനാണ്. നേരെ വീട്ടിലോട്ട് പോകണ്ട, നമുക്ക് അടുത്തുള്ള സെൻറ്ററിൽ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങാം. ആര് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഷോപ്പിംഗ് കഴിയാതെ ഞാൻ വീട്ടിൽ വിടാറില്ല. അങ്ങനെയല്ല കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ലേ വിസ്മയ എൻ്റെ ഒപ്പം മേക്കപ്പ് ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളർ കറക്റ്റർ വിസ്മയനെ വീഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് പറ്റിയൊരു കളർ കറക്റ്റർ അന്വേഷിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് നാർസിൻ്റെ കളർ കറക്റ്റർ വൈൻ കോർഫിൽ കിട്ടും. വേറെ നെതർലാൻഡ്സിലൊരു സ്ഥലത്തും അങ്ങനെ നാർസ് അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
അതുകൊണ്ടാണ് ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചത്. ഈ മുടി ഇങ്ങനെ വെട്ടി കണ്ണടിയും കൂടെ വെച്ചപ്പോൾ ഒരു 10 വയസ്സ് കൂടിയോ. നമ്മൾ പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ കളർ കറക്റ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ മേക്കപ്പിന് നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ക്ലാസ്സിൽ ഓരോ തവണയും ഓരോ മോഡൽസാണ് എൻ്റെ ഒപ്പം വരാറ്. ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് വാങ്ങിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കളർ കറക്റ്റർ ആയിരിക്കും. കാരണം കളർ കറക്റ്റർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ചേഞ്ച് അവർ തന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം, പ്രോപ്പർലി കളർ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് അടിപൊളിയാവും. പിന്നെ അതേപോലെ തന്നെ നാർസിൻ്റെ ഈ ഒരു ഐലൈനർ പെന്നില്ലേ, അതും ഞാൻ ഗ്രേറ്റ്ലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് തിക്കായിട്ടും തിന്നായിട്ടും ലൈൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അങ്ങനെ വിസ്മയ ഈ 2 പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ ഇത്രയും ഓഫേഴ്സ് നാർസിൻ്റെ കണ്ടത്. നമ്മൾ രണ്ടുപേരും, ഞാനൊരു 2 ലിപ്സ്റ്റിക്കും മേടിച്ചു, പിന്നെ വിസ്മയ ഒരു കളർ കറക്റ്ററും പിന്നെ ഒരു ഐലൈനറും മേടിച്ചു. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ട് നല്ല ഡീലായിരുന്നു കേട്ടോ. 2 ലിപ്സ്റ്റിക്കിനും കൂടെ 26 26 എന്തോണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മേടിക്കുക ചോദിച്ചത്. 40% ഡിസ്കൗണ്ട് ആയിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ വന്നത് ഹോളണ്ട് ആൻഡ് ബാരറ്റിലാണ് കേട്ടോ. ഞാൻ 1-2 വ്ളോഗ്സിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹോളണ്ട് ആൻഡ് ബാരറ്റ്. ഇവിടുത്തെ ഒരു ആയുർവേദ കട പോലുള്ളൊരു കടയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്നുള്ള ഗാർലിക് ഷാമ്പും ഗാർലിക് കണ്ടീഷണറുമാണ് കൊല്ലങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അവരുടെ ആർഗൻ ഓയിൽ വരുന്ന ഒരു മാസ്കും കൂടെ വൺസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ 2 പേരും കൂടെ ഡഹ്ലസ് അല്ലെങ്കിൽ ഡുഹ്ലാസ് അവിടെ പോയി നമുക്ക് 2 പേർക്കും കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. എനിക്ക് മെയിൻലി ഈ ഒരു വൈറ്റമിൻ സി സെറം വാങ്ങിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വിസ്മയ യുത്രക്കിലാണ് കേട്ടോ. ഞാൻ വിസ്മയനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടൊരു കഥ ഞാൻ പറയാം. വിസ്മയ എൻ്റെ ഇപ്പം മേക്കപ്പ് ക്ലാസ്സിൽ വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ ആദ്യം ഹാരങ്ങളും പുഷ്പങ്ങളും ബൊക്കെയൊക്കെ ആയിട്ട് വിസ്മയ എന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പുതിയതായിട്ട് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ കുറച്ച് ടൈം അവരോടൊപ്പം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. എപ്പോഴും എനിക്ക് തിരിച്ച് വീട്ടിൽ വന്ന് പോസിറ്റീവ് വൈബ് തോന്നിയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ പിന്നെ കണക്ഷൻ കൂടുതൽ വെക്കാറ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത ഒരാളാണ് കേട്ടോ വിസ്മയ. അതുകൊണ്ട് തന്നെ വിസ്മയനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇനീഷ്യേറ്റീവ് എടുക്കാറുണ്ട്. വിസ്മയും എന്നെ കാണാൻ വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ എനിക്കും തോന്നുന്നു വിസ്മയ്ക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തതെന്നുള്ളത്. നമ്മളിപ്പോൾ കിക്കോയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഫൈനൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് ഒന്നും നമ്മുടെ മേക്കപ്പ് ക്ലാസ് തരില്ല. അതുകൊണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ തന്നെ മെല്ലെ മെല്ലെ ആയിട്ട് വാങ്ങിച്ചു തുടങ്ങണം. അപ്പോൾ എനിക്ക് കുറച്ചധികം മേക്കപ്പ് ഷോപ്പിംഗ് വരാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തൽക്കാലം ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് പോവുകയാണ് കേട്ടോ. വിസ്മയനെ ഞാൻ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും. അതേ സ്റ്റേഷനിൽ വിഷ്ണുവിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിനെ ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്യും. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുടി ഷോർട്ടാക്കാറുള്ളതുകൊണ്ട് വിഷ്ണുവിന് വലിയ റിയാക്ഷനൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞോളാം. എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അധികം ഷോർട്ടാക്കരുത്, കുറച്ച് മതി എന്നുള്ളത്. പക്ഷെ വിസ്മയ ആദ്യമായിട്ടാണ് ഇത്ര ഷോർട്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റിൻ കുറേ തവണ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ അയച്ചു തരാനൊക്കെ. അപ്പോൾ ഇതുണ്ടായിട്ടില്ല. വിസ്മയ വീട്ടിലെത്തി വിളിച്ച് പറയുന്നതാണ് എന്താണ് റെസ്പോൺസ് എന്നുള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് പാർക്കിംഗ് ഒക്കെ പേ ചെയ്തിട്ട് നമുക്ക് സ്റ്റേഷനിൽ പോയി വിസ്മയനെ ഡ്രോപ്പ് ചെയ്ത് വിഷ്ണുവിനെ പിക്ക് ചെയ്യാം. യുത്രക്കിലോട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 30 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡ്രൈവ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിവിടെ സൗദിൽ ട്രെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 15 മിനിറ്റ്സ് കൊണ്ട് യുത്രക്കിട്ട് എത്തും. അപ്പോൾ വിസ്മയ പറഞ്ഞു സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സൗത്ത് സ്റ്റേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു? അപ്പോൾ ഓക്കെ ഗേൾ, ടാറ്റ. നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ അതൊന്ന്? ഓക്കെ ബൈ, അപ്പം കാണാം. അങ്ങനെ വിസ്മയനെ ഡ്രോപ്പ് ചെയ്തു. സെയിം സ്റ്റേഷൻ തന്നെ വിഷ്ണു കയറാന്ന് പറഞ്ഞില്ലേ. പക്ഷെ വിഷ്ണു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ പാർക്കിംഗ് ഒന്നുമില്ല നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട്. ഏകദേശം ഈ ഒരു വാർണിംഗ് ലൈറ്റ് ഇട്ടിട്ട് ഏകദേശം 1 മിനിറ്റ് ഒന്നേക്ക ഇന്ന് എനിക്ക് ഫുള്ള് അക്ഷരങ്ങൾ മാറി പോകാനുള്ളൂ. എനിക്കൊന്നും കൂടുതൽ ഫാസ്റ്റായിട്ട് സംസാരിക്കേണ്ടതാണ്. അപ്പോൾ 1.25 മിനിറ്റിനുള്ളിൽ 1.25 മിനിറ്റൊക്കെയാണ്. ഇതൊരു കാലിൻ്റെ കണക്ക്. ഒരു 2 മിനിറ്റൊക്കെയാണ് നമുക്കിവിടെ നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ വിഷ്ണു പെട്ടെന്ന് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പൊടിയൊന്നും കാണാനില്ല. വിഷ്ണുവിന് എന്നെ മുടി വെട്ടിയത് കണ്ടിട്ട് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ എപ്പോഴും മുടിയിൽ ഓരോരോ അക്രമങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ചെയ്യുന്നതാണല്ലോ. ഞാൻ എത്തവണ പോയി കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നാലും എല്ലാ തവണ ഞാൻ ബോട്ടോക്സ് ചെയ്യാറ്. അപ്പോൾ എനിക്കെന്തോ ബോട്ടോക്സ് മടുത്തൊരു ഫീല്. കുറച്ചും കൂടെ ഒരു ചൈനീസ് സ്ട്രെയിറ്റ് ആക്കുന്നു മുടി. എനിക്ക് കുറച്ചും കൂടെ ഒരു വേവി ടെക്സ്ചർ, ഫ്രിസിനെസ് ഒക്കെ പോയിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരുന്നു വേണ്ടത്. അപ്പം ഞാൻ നമ്മുടെ സ്റ്റൈലിസ്റ്റിനായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പ്ലാസ്റ്റിക്കാന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് നല്ലതാണ് എൻ്റെ മുടിക്ക്, എൻ്റെ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പം അതിൻ്റെ നാച്ചുറൽ ലുക്ക് അധികം പോവില്ല, വേവിനെസ് ഒക്കെ ഒന്ന് പോയിട്ട് കുറച്ചും കൂടെ
ഒരു ബൗൺസി ഫ്രിസിനസ് ഒക്കെ പോയിട്ടുള്ള ഒരു ലുക്ക് വരുന്നതാണ് പറഞ്ഞത്. വിസ്മയുടെ കൈൻഡ് ഓഫ് ഹെയറിനാണ് ബോട്ടോക്സ് കൂടുതൽ ചേരാന്നാ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള ഒരു അപ്പോയിൻമെന്റ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അടുത്ത മാസം. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞാൽ ഈ എൻഡൊക്കെ ഒന്ന് കളർ ചെയ്യുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഹെയർ കളർ ചെയ്തിട്ട് 1.5 വർഷം എങ്ങനെ പോയാലും ആയിട്ടുണ്ടായിരിക്കും. കാരണം അന്നൊരു പ്രാവശ്യം നമ്മൾ ചെയ്തില്ല, അതിനുശേഷം ഞാൻ കാര്യമായിട്ട് ഹെയർ കളറൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു ബ്ലാക്ക് ഹെയർ മുഴുവൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്ന് അറിയുന്നത് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം തീർന്നു. പിന്നെ നമുക്ക് പോയിട്ട് കളർ ചെയ്യാം. എന്താണ് ഈ വിഷ്ണു വരാത്തത്? എനിക്കിവിടെ റൂട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കി തുടങ്ങി. കാരണം ഒരു 5-6 മിനിറ്റ് ഞാൻ അവിടെ നിൽക്കുന്നു. വരുന്നുണ്ട്. നിങ്ങൾ വിഷ്ണുവിനെ കാണുന്നുണ്ടോ മിററിൽ? എന്നെ കണ്ടിട്ട് ഒരു റിയാക്ഷൻ തന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഒന്നും തരില്ല. എന്നെ കണ്ടിട്ട് ഒരു റിയാക്ഷൻ തന്നില്ല. ബാഗ് വെക്കാൻ വേണ്ടി പോയി. How to do? കുഴപ്പമില്ലാന്നോ? എന്താ പ്രതീക്ഷ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്കറിയില്ല, കുറച്ചും കൂടെ കണ്ടാലും പറയാൻ പറ്റൂ. എങ്ങനെയുണ്ടായിരുന്നുടെ? കുഴപ്പമുണ്ടായില്ല. ഇവിടെ നിർത്തണ്ട, പോവാ. ഏകദേശം 6:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി നേരെ വീട്ടിൽ പോകണു. നമ്മൾ കുക്ക് ചെയ്യണു, കഴിക്കണു. ആദ്യം ഞാൻ വിചാരിച്ചു എൻ്റെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. കാരണം ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്ന കേട്ടോ. ഞാൻ നല്ല ഗ്രീൻ പീസ് കറി ഭയങ്കര നൊസ്റ്റാൾജിയ വീക്ക്നെസ് ഒക്കെ ഉള്ള ഒരു സാധനമാണ്. പക്ഷെ വിചാരിച്ചു എല്ലാ പ്രാവശ്യം നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണ്ടല്ലോ വീഡിയോ. ഇതൊരു ഹെയർ കട്ടിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. നമുക്കിത് ഹെയർ കട്ടോട് കൂടെ ഇത് തീർക്കാം. ഞാനും ഇഷ്ടമുള്ള വീട്ടിൽ പോയി കുക്ക് ചെയ്ത് കഴിക്കുന്നു. നോർമൽ ഡേ എൻഡ് ചെയ്യുന്നു. നാളെ എനിക്ക് എൻ്റെ മേക്കപ്പ് ക്ലാസ് ഉണ്ട്. എനിക്കിപ്പോൾ ബുധനാഴ്ചകളിലും മേക്കപ്പ് ക്ലാസ് ഉണ്ട്. കാരണം കുറച്ച് ക്ലാസ്സസ് എനിക്ക് ക്യാച്ചപ്പ് ചെയ്യാനുണ്ട്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ടൈമിലൊക്കെ നമ്മൾ ക്ലാസ്സിന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ക്ലാസ്സസ് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് ബുധനാഴ്ചയും അടുത്ത ബുധനാഴ്ചയും ക്ലാസ് ഉണ്ട്. 2 ക്ലാസ്സാണ് മിസ്സായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് സാധാരണ പോലെ പോകുന്നു. അപ്പോൾ അത്രയുള്ള ഈ ഒരു വ്ളോഗ്. എൻ്റെ ഈ ഒരു മുടി വെട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു